ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കാറുണ്ടോ, എന്തൊക്കെയാണ് ചിന്തിക്കാറ്, ഇപ്പോൾ ചിന്തിക്കാറുണ്ടോ എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് മോട്ടിവേഷനാണ്. ഒരുപാട് നന്ദി. നിങ്ങളുടെ ഒരു മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് തോന്നുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും ഒരു ദൈവനിയോഗമായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകുന്നത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം റീസണേറ്റ് ആവണമെന്നില്ല. റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിങ്ങിൽ കുറച്ചും കൂടി റീസണേറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ ഇതൊട്ടും റീസണേറ്റ് ആവുന്നില്ല എന്നല്ല, നമുക്കൊരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കൂടെ അറിയാൻ പറ്റും. കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറേ കൂടി വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് റീഡിങ് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കറൻ്റ്ലി അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. അതിലൂടെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ചാർജ് ഉണ്ട്, 500 റുപ്പീസാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതെടുത്തിട്ട് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം 3 പ്രാവശ്യം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നമുക്ക് നോക്കാം, നിങ്ങളുടെ വ്യക്തി നിലവിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. ആർക്കേഞ്ചൽ മൈക്കിളിനെ വിളിക്കുക. നിങ്ങളുടെ ഏഞ്ചൽ ആരാണോ അവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മളെ സപ്പോർട്ടിനായിട്ട് ഏഞ്ചൽസ് ഉണ്ടാകും, ഓരോരുത്തർക്കും. സോ ആ ഏഞ്ചൽസിനെ നമ്മൾ കോൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ, അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതും. Okay. Three of Cups, Four of Swords reverse. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഇല്ല. സോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോഴും ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം, റൊമാൻസ്, വളരെ അധികമായിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കണക്ഷൻസ്, ഡെയിലി വിളിക്കുക, സംസാരിക്കുക, അതൊക്കെ തന്നെയായിരിക്കും. പോകെ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കുക. ആ ഒരു പേഴ്സണും ഇതേ ചിന്തകൾ, 2 പേർക്കും ഒരേ ചിന്തകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു ദുഃഖം, അതൊന്നല്ല ആളുടെ ചിന്തകളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ കൂടുതലും ആളുടെ ചിന്തകളും അതോടുപരി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറയാനായിട്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണമെന്നും
മേ ബി യൂണിവേഴ്സ് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒട്ടും തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കണം. അതായത് ഈ ടാരറ്റ് കാർഡ്സ് ഇതുപോലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും. ഈ ടാരറ്റ് കാർഡ്സുകളെല്ലാം നിങ്ങൾ കണ്ടു തുടങ്ങുക. അതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. എന്താണ് സോൾമേറ്റ്, കാർമിക്, ടിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ തേടിയിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കുറേ പേരുടെ എനർജീസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾ എന്താ പറയുക, അവർ ഇണങ്ങുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മേ ബി നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം ഈ ഒരു ടാരറ്റ് കാർഡ്സ് റീഡിങ് കണ്ടുകൊണ്ടാണ് പലരും ആശ്വാസം തേടുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതും ഒന്നല്ല, ഒരു പ്രാവശ്യമല്ല, ഓരോ റീഡിങ്ങിലും എടുത്തെടുത്ത് നിങ്ങളിങ്ങനെ കാണുകയാണ്. അവരുടെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ അറിയുന്നു എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ റീഡിങ്ങുകളും അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കുക എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്. വേറെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടാത്ത ഒരു തരം എക്സ്പീരിയൻസ് ആകും നിങ്ങൾക്ക് ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടായിരിക്കുക. ഇതേ കണക്ക് തന്നെയാണ് ആ ഒരു പേഴ്സൺ. കാരണം ഇതത്രയ്ക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കണക്കാണ് ആൾ ചിന്തിക്കുന്നത്. ആളുടെ ചിന്താഗതി അതാണിപ്പോൾ. നിങ്ങൾക്കും ഏറെക്കുറെ ആ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കണം. ഇതൊരു റിലേഷൻഷിപ്പ് ഒരു സാധാരണ ഒരു റിലേഷൻഷിപ്പ് പോലെയല്ല. ഈ ഒരു പേഴ്സണിൽ നിന്നും എത്രയൊക്കെ വളരെ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ എത്രയൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും ഇതിൽ നിന്നും അകലാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു കണക്ഷൻ, ഒരു എന്തോ തരത്തിലുള്ള എനർജി നിങ്ങളെ ടൈ ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ ആ ഒരു പേഴ്സണും തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു അകൽച്ച, അവരിപ്പോൾ നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്കതൊരു വിഷയമല്ല. ആഗ്രഹമുണ്ട് ഈ ഒരു എന്തിനാണ് ഞാനിതുപോലെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നും നമുക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ കാര്യങ്ങളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് വേദനകൾ നിറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളടുത്ത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് പോവാനുള്ളൊരു ടെൻഡൻസി അത് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇത് വേണ്ട, എന്തിനാ ഞാൻ ഇതുപോലെ വിഷമം പിടിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കെടുക്കുന്നത്, ആൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, നമുക്കൊരു വാല്യൂ ഇല്ലേ, നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേര് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറ്റുന്നില്ല, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത. ആളിൽ ഏറ്റവും കൂടുതൽ ചിന്ത വരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനലൈസ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളും അതേ കണക്ക് തന്നെ ഈ പറയുന്ന ടാരറ്റ് കാർഡ്സ് റീഡിംഗ് എല്ലാം കണ്ടിട്ട് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സ് അനുഭവപ്പെടുന്നതെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വേറെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടാത്ത ഒരു തരം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ദിസ് റിലേഷൻഷിപ്പ് ഈസ് ഗോയിങ് വിത്ത് യൂണിവേഴ്സൽ പ്ലാൻ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് നിങ്ങളുടെ ഡേ ബൈ ഉള്ളൊരു ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്ലാൻ അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ പല പ്രാവശ്യം ഇതിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരികയും വീണ്ടും റീയൂണിയൻ സംഭവിച്ചിട്ടുള്ളവരുടെയുമായിട്ടുള്ളൊരു എനർജീസ് ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും അടുത്തൊരു റീയൂണിയന് നന്നായിട്ട് പോകണം, പഴയതെല്ലാം കഴിഞ്ഞു, നല്ല രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകണം ഒരു ബാലൻസോട് കൂടിയിട്ട്. പക്ഷെ അതിന് കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലംസും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ശരിയാവില്ല, ഈ ഒരു പേഴ്സൺ ശരിയാവില്ല, ആളൊട്ടും മാറില്ല, ഇതിൽ നിന്നും ചേഞ്ച് ആവില്ല എന്നൊക്കെ. അങ്ങനെ ഒരു എനർജീസ് കൂടുതലായിട്ടും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവരൊരു അഭാവം നിങ്ങളിൽ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെ ഏറെക്കുറെ
ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു അഭാവത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേയൊക്കെ ഉള്ളൊരു സത്യാവസ്ഥകൾ അറിയാൻ, അത് മേ ബി ടാരറ്റ് കാർഡ്സ് റീഡിലൂടെ അല്ല നിങ്ങളെപ്പോലെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. ആ വ്യക്തി സ്വയം മനസ്സിലിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. മേ ബി കുറേ പേർക്കെങ്കിലും മുൻപ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ മുമ്പ് വേറൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി കഴിഞ്ഞതായിട്ടും കുറച്ച് പേർക്കെങ്കിലും കാണുന്നുണ്ട്. പക്ഷെ അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഫിസിക്കലി കാണാൻ ഒരുപാടൊന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന അത്ര സുന്ദരിയോ സുന്ദരന്മാരോ ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ സോൾ കണക്ഷനാണ് അവിടെ കെട്ടിയിടപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഈ ഒരു വ്യക്തിയുടെ സൗന്ദര്യം അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൗന്ദര്യമായിരിക്കും. വേറൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര സൗന്ദര്യ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഐശ്വര്യറായി വന്നാലും അല്ലെങ്കിൽ ആണുങ്ങളിൽ ആരാ പറയുക, മമ്മൂട്ടി വന്നാൽ പോലും അവരുടെ ഒരു സൗന്ദര്യം ഒന്നും നിങ്ങളുടെ പേഴ്സൻ്റെ സൗന്ദര്യത്തിൽ അത്ര എത്തില്ല. അതല്ലെങ്കിൽ ആ ഒരു നിങ്ങളതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോവാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു കണക്ഷനാണ് ഇത്. നിങ്ങൾക്ക് എത്ര ഭംഗിയുള്ളവരെ കണ്ടാലും എത്ര സ്മാർട്ട്നെസ്സോടുകൂടി സംസാരിക്കുന്ന ഒരാളെ കണ്ടാലും നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി മതി. ആ ഒരു വ്യക്തിക്ക് പക്ഷേ കുറേയൊന്നും അങ്ങനെയല്ല കേട്ടോ. ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി എനർജീസ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആണ്. കുറേ പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജീസ് കാണിക്കുന്നുണ്ട് അവരുടെ ഒരു ബന്ധത്തിൽ. എല്ലാവർക്കുമല്ല, കുറച്ച് പേർക്ക്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇല്ല. കുറച്ച് കാര്യങ്ങൾ കാണുന്നത് ഞാൻ പറയുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജീസ് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം വന്നിട്ടുള്ളതാണെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആ ഒരു എനർജിയിൽ അട്രാക്റ്റഡ് ആയിട്ട് പോകാൻ സാധ്യതയുള്ളൊരു പേഴ്സണുകൾ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺസ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നത് ഇതിലൂടെ മാത്രമായിരിക്കും. അതായത് ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെ. ഞാൻ പറയുന്നത് നിങ്ങളുടെ കുറേയെല്ലാം എനർജീസ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറേ ചിന്തകൾ ഇപ്പോൾ ആവർക്കും വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ടോട്ടലി എനർജീസ് കട്ടായതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തോ നിങ്ങളുടെ എനർജീസിൽ കണക്റ്റഡ് ആയിട്ട് അവർ വരുന്നില്ല കുറേ പേർക്കെങ്കിലും. അതെനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഒരുപാട് ഫുൾഫിൽമെൻറ്റ്, ആ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും. ഓക്കെ, ഇത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നേടിയ പോലെയാണ്. ഒരു കംപ്ലീഷൻ, അതായത് നിങ്ങളുടെ സോളിൻ്റെ ഒരു കംപ്ലീഷൻ, ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറൊന്നിലും കിട്ടാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജി, ഒരു ടൈപ്പ് ഓഫ് സന്തോഷം, ഫുൾഫിൽമെൻറ്റ്, കംപ്ലീഷൻ, എന്താ പറയുക, ഇതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. വേറെ എന്ത് നിങ്ങൾക്ക് ഒരു കോടി സ്വർണം മേടിച്ച് തന്നു ലേഡീസിനാണെങ്കിൽ, അല്ലെങ്കിൽ ബോയ്സിനാണെങ്കിലും നല്ല ജോബ്, നല്ല കാര്യങ്ങൾ, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത അവസ്ഥ, ഇവരുമായിട്ട് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരാൾ വന്നാൽ മാത്രമേ നിങ്ങളുടെ സോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടാകുള്ളൂ. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് രണ്ട് സൈഡ് കാണുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് സൈഡും കാണുന്നുണ്ട്, ഫോക്കസ്ഡ് ആയിട്ടും സ്പിരിച്വലി ഫോക്കസ്ഡ് ആയിട്ടും കാണുന്നുണ്ട്. പല ആൾക്കാരും നിങ്ങളിലൂടെ ഫിനാൻഷ്യലി ഉയരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേർക്കൊക്കെ ഒരു ട്വിൻ ഫ്ലെയിം ജേണീസിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ തന്നെ മൈൻഡ് കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുറേ പേർക്ക് ഇതിൽ അഡിക്റ്റായി പോയവരുണ്ട് കേട്ടോ. ഈ പറയുന്ന ടാരറ്റ് കാർഡ്സ് റീഡിങ് കണ്ട് മൈൻഡൊക്കെ ഒരു ഇതായി പോയ വ്യക്തികൾ കുറേ പേരുടെ എനർജീസിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സ് തന്നെ ഒരു മിഥ്യയാണ്. ഇതൊരു എന്തോ ഒരു പ്രാന്തമായ ലോകത്തിൽ കൂടെ പോകുന്ന ഒരവസ്ഥയിൽ കൂടെ പോകുന്നു രണ്ടുപേരും എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും. കാരണം ഞാൻ പറയട്ടെ, ഇതൊരിക്കലും നിങ്ങളായിട്ട് അട്രാക്റ്റ് ചെയ്ത ബന്ധമോ അവരായിട്ട് അട്രാക്റ്റ് ചെയ്ത ബന്ധമോ അല്ല. യൂണിവേഴ്സായിട്ട് കൂട്ടി യോജിപ്പിച്ച ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടേത് ഇത് കാണിക്കുന്നത്.
അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി വേറൊരു റിലേഷൻഷിപ്പിൽ ഒരു ഫാമിലിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവരോടില്ലാത്ത അത്രമാത്രം ഒരു ടൈപ്പ് ഓഫ് ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആദ്യമെല്ലാം നല്ല സമാധാനത്തോടു കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പം അത് മനസ്സമാധാനം പോയി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗതിയിലായിരിക്കും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് തമ്മിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അതായത് പല എക്സ്പീരിയൻസിലൂടെ എന്താ പറയുക, ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് തന്നെ തമ്മിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല എക്സ്പീരിയൻസുകളും ഇതിൽ നിന്നും കിട്ടാനുണ്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ സോള് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ഇതിലൂടെ ഒരുപാട് മാറാനായിട്ടിരിക്കുന്നുണ്ട്. കുറേ പേർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൽ നിന്നും പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വരാൻ നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളൊരു വാല്യൂ മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്നും കിട്ടാനുണ്ട് ആൾക്ക്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറയട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് തന്നെ. അതിൽ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കുറേ കാര്യങ്ങൾ മുമ്പൊക്കെ നിങ്ങൾക്ക് എന്ത് വന്നാലും പിടിച്ചു നിൽക്കും അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം മനസ്സ് കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിൽ എന്താ പറയുക, ഭ്രാന്തമായിട്ട് നിങ്ങളെ സോള് ഓടി നടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റീഡിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ചിന്തകൾ നോക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവ്യക്തമായിട്ടുള്ളൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ്, കൺഫ്യൂഷൻ നിറഞ്ഞൊരു ബന്ധമായിട്ടായിരിക്കും കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, സ്നേഹം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ പ്രോബ്ലംസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പല ആൾക്കാരും ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് വന്നിട്ടുള്ളവരാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് എന്തോ വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ പ്ലാൻ. നിങ്ങളുടെ സോളുമായിട്ട് ഈ ഒരു സോളിനോട് മെർജ് ചെയ്തുകൊണ്ട് എന്തോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നതാണ് കാണുന്നത്. സോ ഏറെക്കുറെ അതാണ്. ഇപ്പോൾ ആളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, മുൻപത്തെ ഒരു സ്ഥിതിയിൽ നിങ്ങളിൽ നിന്നും അകലാൻ ആഗ്രഹിച്ച് നടന്ന ഒരു വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. അതിലൂടെ എന്താ പറയുക, നിങ്ങളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നൽകുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം എന്താ പറയുക, മനഃപൂർവ്വം മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്. കാരണം സ്റ്റാർ കാർഡ് എനിക്ക് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ കളഞ്ഞുപോയ മെമ്മറീസ് ഓരോന്നും നുള്ളിപ്പെറുക്കി എടുത്ത് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജീസിലാണ് കാണിക്കുന്നത്. അത് ആദ്യമൊക്കെ വിഷമിച്ചുകൊണ്ടായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. അതായത് ഡ്രീംസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അദ്ദേഹം ആരാണോ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെക്കുറിച്ച് ഡ്രീംസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയപ്പെടുത്തുന്ന ബന്ധമായിട്ട് കൂടി അവർക്ക് കാണുന്നുണ്ട്. കാരണം അത്രയും ഒരു മനസ്സുകൊണ്ട്, ഞാൻ പറഞ്ഞു, മനസ്സ് കയ്യിലല്ലാത്തൊരവസ്ഥയിൽ വരുന്ന ഒരു ബന്ധം. നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷൻ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്കും അവർക്കും എന്തുകൊണ്ടോ അത് പറ്റാത്തൊരു അവസ്ഥ. സംതിങ് ഈസ് ദർ. അതെനിക്ക് മുഴുവനായിട്ട് ഇതിൽ കിട്ടുന്നില്ല. എന്തോ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ തെളിയുന്നുണ്ട്. പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. മേ ബി ഒരുപാട് പേരുടെ എനർജീസിൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരെ എനിക്ക് പിക്ക് ചെയ്തെടുത്ത് പറയാൻ പറ്റുന്നില്ല.
ഓക്കെ. ആൻഡ് ദ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ ഒരു പറയാം, ആളുടെ കയ്യിലുള്ള ആ ഒരു ഫസ്റ്റ് ആളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കപ്പ് ഓഫ് ലവ് ആൾ മറിച്ച് കളയായിരുന്നു. ഇപ്പോൾ ആളുടെ കയ്യിലുള്ള കപ്പ് ഓഫ് ലവ് ആ ലവ് എന്താ പറയുക നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഇവിടെ കണ്ടോ, 3 ഓഫ് കപ്സിൽ കണ്ടില്ലേ? ആദ്യം സ്റ്റാർ കാർഡാണ്, സ്റ്റാർ കാർഡ് റിവേഴ്സാണ് വന്നത്. ദാറ്റ് മീൻസ് അയാൾ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം മേ ബി നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആൾ കളഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് വീണ്ടും എടുത്ത് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് 3 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ആദ്യമെല്ലാം 4 ഓഫ് സോഡ്സ് എനർജീസ് ഉണ്ടായിരുന്നു ആദ്യത്തിലൊക്കെ. പിന്നെ ആൾ സോഡ്സ് എനർജി റിവേഴ്സ് ആയിട്ടുണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് ഇപ്പോൾ ആളുടെ കറൻ്റ്ലി ചിന്തിക്കുന്നത് യു ആർ സംതിങ് സ്പെഷ്യൽ. അവർക്ക് നിങ്ങളൊരു സ്പെഷ്യലാണ്, എന്തോ ഉണ്ട് ഈ ഒരു കണക്ഷനിൽ, അവ്യക്തമായിട്ടുള്ള എന്തോ ഉണ്ട്. എന്നാൽ അവ്യക്തവും കുറച്ച് ഡിഫിക്കൽട്ടീസുമായിട്ടുള്ള എന്തോ ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. അത് അവർക്കും തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. സംതിങ് സ്പെഷ്യലാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യങ്ങൾക്ക്, മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരു പ്ലാൻ ഉണ്ട്. ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സോള് ആ ഒരു സ്പിരിച്വലി ഉള്ളൊരു സംതിങ്, നിങ്ങൾ കുറേയൊക്കെ ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷം സ്പിരിച്വലി ഒരുപാട് അടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം പള്ളിയിലോ അമ്പലത്തിലോ എല്ലാത്തിലും നിസ്കാരമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷെ ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷം ഓരോരോ ഇൻസിഡൻസിൽ നിങ്ങൾ സ്പിരിച്വലി അടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ. എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു എനർജീസ് എല്ലാവരും ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഓവറോളായിട്ട് കിട്ടിയിട്ടുള്ളൊരു എനർജീസ്. ഞാൻ എല്ലാവരുടെ എനർജീസും ഇവിടെ കണ്ടത് പറഞ്ഞതാണ്. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തേക്കാം. നമുക്കത് കൂടുതലായിട്ട് നോക്കാം. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഒരു മൈൻഡിലെ ഇപ്പോഴുള്ള റീഡിങ്ങിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതെടുത്തിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്തിട്ടാൽ മതി. ഞാൻ എൻ്റെ ടൈമിൽ, ഫ്രീ ടൈമിൽ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നിങ്ങളുടെ എല്ലാം ഏറെക്കുറെയുള്ള ഇന്നത്തെ ഒരു എനർജി റീഡിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.